മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നും ഇല്ല. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള, കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു ആനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട്, അതിനെ എടുത്തോണ്ട് വരുമെന്നും പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയി നടന്നിട്ടൊരു സംഭവം, ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അവിടെയുള്ള ഒരു സ്ട്രേ ഡോഗ്, ഒരു ഡോഗിനെ ഒരാള് ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വഴി സംസാരിച്ച് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മേജർ രവി പറയുന്ന ചരിത്രം വിസ്മയ മോഹൻലാലിനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് മേജർ രവി ഈ ചരിത്രം പറയേണ്ടി വന്നതെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. നമ്മുടെ ഡൽഹിയിൽ രാത്രിയും പകലും എല്ലാ സമയവും പോലീസിന്റെ ലാത്തി ചാർജ് ഏറ്റുകൊണ്ട് മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ, തണുപ്പെന്നോ ചൂടെന്നോ ഇല്ലാതെ അവിടെ പോരാടുന്ന കുറേ വിദ്യാർത്ഥികളെ നമുക്കറിയാം. അതിന് പിന്തുണയുമായിട്ട്, അതിന് ഐക്യദാർഢ്യവുമായിട്ട് കേരളത്തിലുള്ളതും അല്ലെങ്കിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും പല രാജ്യത്തുള്ളതുമായിട്ടുള്ള എല്ലാ ആളുകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന കാര്യങ്ങൾ നമുക്കറിയാം. അതിന് CJP എന്ന് പറയുന്ന ഒരു സംഘടനയും ഇപ്പോൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങളെപ്പറ്റി മേജർ രവിക്ക് നല്ല രീതിയിൽ കുരു പൊട്ടുന്നുണ്ട്. ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ സംഘിയായിട്ടുള്ള, ചാണകമായിട്ടുള്ള, ഷൂനക്കിയായിട്ടുള്ള മേജർ രവിക്ക് നല്ല രീതിയിൽ കുരുപൊട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോഹൻലാലിന്റെ, നമ്മുടെ മലയാള സിനിമയുടെ മഹാവിസ്മയത്തിന്റെ, നടന വിസ്മയത്തിന്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുന്നത്. ഈ പ്രൊട്ടസ്റ്റന്റിനൊപ്പമാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആളുകളോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ ഒരു പോസ്റ്റ് പങ്കുവെച്ചത്. അത് കണ്ടപ്പോൾ മേജർ രവിക്ക് അങ്ങ് പൊട്ടി. മേജർ രവി എന്ന് ഇവനെ വിളിക്കുന്നേക്കാൾ നല്ലത് ഷൂനക്കി രവി എന്ന് വിളിക്കുന്നതായിരിക്കും. ഇവൻ മേജറായിട്ടിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഇവന്റെ പേരിനൊപ്പം മേജർ എന്ന് ആലേഖനം ചെയ്യുന്നത്, അല്ലെ പേരിനൊപ്പം മേജർ എന്ന് ആഡ് ചെയ്തിരിക്കുന്നതിന് ഏറ്റവും വലിയ കളങ്കമാണ്. ഏതിനാണ്? ഇന്ത്യൻ ആർമിക്ക് തന്നെ, അല്ലേ? ഇവൻ അവിടുത്തെ തൂപ്പുകാരനോ അവിടുത്തെ ബാല്യക്കാരനോ എന്തോ കോപ്പോ ഒക്കെയാണ്. അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം ആ ഒരു പെൺകുട്ടിയെ പറ്റി ഇവൻ പറയുന്ന സ്ട്രേ ഡോഗിനെ വരെ എടുത്തുകൊണ്ട് വന്ന് അഡോപ്റ്റ് ചെയ്ത് വീട്ടിൽ വളർത്തുന്ന, അല്ലെ സ്ട്രേ ഡോഗിനോട് പോലും പ്രത്യേക സ്നേഹം തോന്നുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ഒരു പെൺകുട്ടിയാണ് മോഹൻലാലിന്റെ മകൾ. ഈ മകളെ കൊച്ചിലെ മുതലേ എനിക്കറിയാം. അതിന് രാഷ്ട്രീയം അറിയില്ല എന്നാണ് മേജർ രവി പറയുന്നത്. ശരിയാണ് മേജർ രവി, നീ പറയുന്ന സത്യമാണ്. അതിന് രാഷ്ട്രീയം അറിയില്ല. പക്ഷേ അതിന് നാൽക്കാലി മൃഗങ്ങളോടുള്ളതിനേക്കാൾ സ്നേഹം ഇരുകാലികളോടുള്ളത് കൊണ്ട് തന്നെയും ഈ കേരളത്തിൽ, അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു തന്തയില്ലാത്തവന്മാരുടെ തന്തയ്ക്ക് പ്രക്കഴിക്കെതിരെയും അതിശക്തമായിട്ട് പ്രതികരിക്കാനും അതിനറിയാം. ഇതിനെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നീയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ അങ്ങ് ഉണ്ടാക്കിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു പട്ടിയോട് ആ പെൺകുട്ടി കാണിക്കുന്ന ഒരു സ്നേഹം പോലും നിനക്ക് ഇരുകാലികളോടില്ലല്ലോടാ മേജർ രവി. നീ എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ ആ ജനങ്ങളെ, അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ ആ യുവാക്കളെ ഒരുമാതിരി ഫ്രസ്ട്രേറ്റഡ് യുവത എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നത്? അവിടെ പോയി പാകിസ്ഥാനുമായിട്ട് ചാരബന്ധമുള്ളവരെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നത്? നിനക്ക് വല്ല കഴിവുമുണ്ടോടാ? നിനക്ക് തോക്ക് പിടിക്കാനുള്ളൊരു ധൈര്യമുണ്ടോ? തോക്ക് നീ പിടിച്ചിട്ടുണ്ടോ? നീ മറ്റുള്ളവരുടെ ഷൂ നക്കുകയും ഷൂ പിടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന പരിപാടിയല്ല മേജർ രവി ഇത്. എന്തിനാണടാ ഇങ്ങനൊരു കാര്യം നടക്കുമ്പോൾ ആ കാര്യത്തിനെ മറച്ചു വെച്ചുകൊണ്ട് ഈ നരേന്ദ്രമോദി ചെയ്യുന്ന എല്ലാം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവന്മാരുടെ ഷൂ നക്കി സവർക്കറുടെ പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? പോയി ചത്തൂടെ നിനക്കെന്ന് എനിക്കിതിനകത്ത് ചോദിക്കാനുള്ളൂ. വിസ്മയ മോഹൻലാൽ അത് പറഞ്ഞപ്പോൾ വിസ്മയ മോഹൻലാലിന്റെ ചരിത്രവും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. പട്ടിയോട് പോലും അനുകമ്പയുള്ളൊരു കൊച്ചാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ ആന്റണി സിനിമയിലെ ജോർജ് ജോർജ് ആ പ്രിൻസിപ്പലിന്റെ അടുത്ത് പറയുന്നത് പോലെ, നീ ആരടാ കൊച്ചിനെ പറ്റി പറയാൻ എന്ന് തന്നെ നമുക്ക് ചോദിക്കാനുള്ളൂ. ഈ ഒരു വിഷയത്തിൽ ലാലേട്ടന്റെ പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല. മമ്മൂക്ക പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്, മറ്റു പല ആളുകളും പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വിമർശിക്കുന്നത് ഇന്ന് വിസ്മയെയും അതേപോലെ തന്നെ ടൊവിനോയും ഒക്കെയാണ്. പലരുടെയും വീടുകളിലേക്ക് ഈ കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് കോൺഗ്രസും അതേപോലെ തന്നെ BJPയുടെയും കുറച്ച് അടിമകൾ പോയിട്ടുണ്ട്. ഈ മക്കളൊക്കെ എന്ത് തരത്തിലുള്ള അടിമകളാണെന്നുള്ളത് എനിക്ക് എത്ര കൂടി ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇവനൊക്കെ ചാണകം മൃഷ്ടാനം ഭോജിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും ഈ രീതിയിൽ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മേജർ രവി പറയുന്ന ബാക്കി കാര്യങ്ങളൂടെ കേട്ടു നോക്കാം. സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും എനിക്കും ഉണ്ട്, നിങ്ങളുടെ ആളല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണ് ഈ സംഭവം, എന്താണ് ഈ എഡ്യൂക്കേഷൻ? അവിടെ കണ്ട് ചെറിയ കുട്ടികളെ അടിക്കുന്നു എന്ന് കണ്ടപ്പോൾ ചെറിയ കുട്ടി ഇല്ല അവിടെ. കുട്ടികളൊന്നും നിങ്ങൾ പറയുന്നവരേ ഉള്ളൂ. അപ്പൊ അവിടെ വന്നിരിക്കുന്നവർ മുഴുവൻ എന്താ ചോദിച്ചാൽ ഞാൻ നീറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല, എന്നിട്ട് എന്താ നീറ്റിന്റെ ഫുൾ ഫോം എന്താ അതുപോലെ അറിയാത്ത ആൾക്കാരാണ് അവിടെ നിന്ന് കളിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് അതിനെ കുറിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ആ കുട്ടിയുടെ ആ ഒരു വികാരമാണ് അവിടെ പറഞ്ഞത്.
എടാ മേജറെ, അവിടെ വന്നിട്ടുള്ള ആളുകൾ നീറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളവർ മാത്രമല്ല, എല്ലാ ആളുകളും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല കോണുകളിൽ നിന്ന് വന്ന ആളുകളാണ്. ഞാനും കണ്ടൊരു വീഡിയോ. CBSE എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് അറിയില്ല. പക്ഷേ ആ കുട്ടി അവിടെ ഒരു സമരം നടത്താൻ വേണ്ടി വന്നിരിക്കുന്നതാണ്, അല്ലാതെ CBSEയുടെ ഫുൾ ഫോം പഠിച്ചിട്ട് PSC എഴുതാനോ മറ്റ് പല സാധനങ്ങളും എഴുതാൻ വേണ്ടി വന്നതല്ല. അപ്പം നീ പറയുന്നതിൽ വലിയ ലോജിക്കൊന്നും ഇല്ലടാ മോനെ. നീ പിന്നെ വലിയ രീതിയിൽ വിസ്മയയുടെ ചരിത്രവും കൊണ്ട് വരുന്നുണ്ടല്ലോ. നിന്റെ ചരിത്രം എന്താണ്? നീ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? ഒരു രാജ്യസ്നേഹി എന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് നടക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ പ്രതികരിക്കാൻ കഴിവും നട്ടെല്ലുമുള്ള ആണത്തവുമുള്ള ഒറ്റ തന്തയ്ക്ക് പിറന്നവനുമായിരിക്കണം. നീ രാജ്യദ്രോഹിയാണ്, നല്ല പക്കാ രാജ്യദ്രോഹി. ഈ രാജ്യത്ത് നിന്റെ മോദിയും മോദിയുടെ കൂട്ടത്തിലുള്ളവന്മാരും കാണിക്കുന്ന തോന്നിവാസങ്ങളെയൊക്കെ കുട പിടിച്ചുകൊണ്ട് കൂട്ട് നിന്ന് കൊടുക്കുന്ന വെറും വൃത്തികെട്ടവന്മാരാണ് നീയൊക്കെ എന്ന് എനിക്ക് പറയാനുള്ളൂ. സത്യം അത് തന്നെയല്ലേ? മേജർ എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം പേരിൻ്റെ മുൻപിലും ഇട്ടുകൊണ്ട് നാണമില്ലടാ നിനക്ക് നടക്കുക. നീ പോയി വല്ല ഷൂ നക്കി കൊടുക്കുക. അങ്ങ് നരേന്ദ്രമോദിയുടെയും കൂടെ ഇരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും മറ്റ് പലരുടെയും അവിടെ കിടന്ന് രാവിലെയും രാത്രിയും എല്ലാം അടികൊള്ളുന്ന പിള്ളേർക്കറിയാം അവരുടെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന്. 30 പിള്ളേരോളം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നിൻ്റെയൊക്കെ ഈ മോദി അണ്ണന്മാർ കാണിച്ച ഈ തോന്നിവാസം കാരണം. അതിൻ്റെ ഒപ്പം നീയും അങ്ങോട്ട് ചേർന്ന് നിന്നുകൊണ്ട് വലിയ മെഴുകലാണ്. ശരിക്കും രാജ്യദ്രോഹികൾ അവന്മാരൊന്നും അല്ല. അവിടെ സമരം ചെയ്യുന്ന പിള്ളേരോ പിള്ളേർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കേരളത്തിലെ സെലിബ്രിറ്റികളോ കേരളത്തിലെ നേതാക്കന്മാരോ ഒന്നുമല്ല. നിന്നെപ്പോലെയുള്ള കൃമി കീടങ്ങളാണ് ശരിക്കും രാജ്യദ്രോഹികൾ. ഞങ്ങൾ വലിയ രാജ്യസ്നേഹികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മെഴുകുന്ന നീയൊക്കെ തന്നെയാണടാ മേജർ രവി രാജ്യദ്രോഹികൾ. ഒരു സംശയവും വേണ്ട. നീ പിന്നെ എവിടുത്തെ മേജറാണ്? അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യവുമായിട്ട് മേജർ രവി, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് രവി വന്നിട്ടുണ്ട്. രവി പറയുന്ന ബാക്കി കാര്യങ്ങളൂടെ കേട്ടു നോക്കാം. അവിടെ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആളുകളെ പറ്റി പറയുന്നതാണ്, കേട്ടു നോക്കാം. പക്ഷെ ഇത് നിങ്ങളോട് പറയണമെന്നുണ്ട്. ഇതിന് നിങ്ങൾ എന്നെ തെളിയിക്കുക എന്തുവേണം ചെയ്തു. ഈ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നത് നീറ്റിന്റെ പ്രശ്നത്തിൽ. ഈ നീറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നും നല്ല ഈ ചോദ്യപ്പെട്ട ചോരുന്നല്ല ഉണ്ടായിരിക്കും. ഇത് നോക്കൂ, നിനക്ക് നിസ്സാരമായിരിക്കും മേജറെ, അല്ലെങ്കിൽ രവിമോനെ. കാരണം നീ ഓൾറെഡി എവിടെ നിന്നോ ആരുടെയൊക്കെ ഷൂ നക്കി മേജർ എന്ന് പറയുന്നൊരു സാധനം നിൻ്റെ പേരിനൊപ്പം വിട്ട് കുറച്ച് സിനിമകളും ചെയ്ത് മറ്റുള്ളവരുടെ കഥയും അടിച്ച് മാറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിനക്ക് ഇതൊക്കെ നിൻ്റെ കൺമുൻപിൽ കാണുമ്പോൾ വളരെയധികം നിസ്സാരമായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലായ്പ്പോഴും നടക്കുന്നൊരു കാര്യമായിട്ട് തോന്നാം. പക്ഷേ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന, ആരുടെയും ഷൂ നക്കാൻ താല്പര്യമില്ലാത്ത, ആരുടെയും മുൻപിൽ പോയി കുനിഞ്ഞു നിൽക്കാത്ത കേരളത്തിലെയും ഇന്ത്യയിലെയും പൗരന്മാരും സ്ത്രീകളുമൊക്കെ അവരുടെ മുൻപിൽ അവർ നെഞ്ചും വിരിച്ചു തന്നെ നിൽക്കും. ഈ തോന്നിവാസങ്ങൾ കാണിക്കുന്നവരുടെ മുൻപിൽ. അതായത് അവർ കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയ ഒരു പരീക്ഷ, അതിൽ പിഴവുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ആ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പരീക്ഷ റദ്ദാക്കുകയും അന്ന് മുതൽ ഒരുപാട് നീണ്ട മാസങ്ങൾക്കും വർഷങ്ങൾക്കും ഒടുവിലാണ് ഒരു പരീക്ഷ എന്ന് പറയുന്ന ഒരു ഫൈനലിലേക്ക് അവരെത്തുന്നത്. അങ്ങനെ എത്തുമ്പോൾ അവരുടെ ആ പേപ്പർ ചോർച്ച ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നൈസായിട്ടെല്ലാം അങ്ങ് ഡീൽ ചെയ്ത് അതിൽ കുറ്റക്കാരായിട്ടുള്ളവരെ ഞങ്ങൾ പിടിച്ചകത്തിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രഹസനങ്ങൾ കാണിക്കുമ്പോൾ ആരെയാണ് പിടിച്ചിട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല രവി. നിങ്ങളീ പറയുന്നത് അവിടെ നടത്തുന്ന സമരമൊന്നും അങ്ങനെയല്ല, അങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ നേരത്തെ നടക്കുന്നതാണെന്നാണ്. ഇതൊക്കെ നേരത്തെ നടന്നിട്ടുണ്ടെങ്കിൽ, പേപ്പർ ചോർച്ചകൾ മുൻപേ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിൻ്റെയും നിൻ്റെ മോദിയുടെയും നിൻ്റെ ഭരണ സംവിധാനങ്ങളുടെയും പിടിപ്പുകേടും കഴിവുകേടും ഒന്നുകൊണ്ട് മാത്രമാണ്. അത് അംഗീകരിക്കാൻ എന്താടാ മോനെ രവി ഇത്ര താമസം, അല്ലെങ്കിൽ എന്താണ് ഇത്ര മടി? അതൊന്നുകൊണ്ട് തന്നെയല്ലേ ഈ പറയുന്ന തോന്നിവാസങ്ങളൊക്കെ അവിടെ ഉണ്ടായതും ഇത്രയും പിള്ളേർ അടി കൊള്ളേണ്ടി വന്നതും അവിടെ പോയി അടി ഉണ്ടാക്കേണ്ടി വരുന്നതും. നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ നടന്ന് വൈറ്റ് വാഷ് അടിക്കുന്നത്? ബാക്കി കേട്ട് നോക്കാം. ഞാൻ വായിച്ചു കാണിച്ചത് മേജർ എക്സാമിനേഷൻ ലീക്ക് 2004-2014 കോൺഗ്രസ് ഭരിക്കുന്ന സമയം, AIPMT 2004, AIPMT 2003 ഇൻവെസ്റ്റിഗേഷൻ നടക്കും, AIE 2011 പേപ്പർ ലീക്ക് അലിഗേഷൻസ് ലെഡ് ടു അറസ്റ്റ്. ലീക്ക് ഉണ്ടെങ്കിൽ അവിടെ അറസ്റ്റ് നടക്കും. അപ്പം അതിൽപ്പെടുന്നു. ഇന്നിപ്പം മോദിജി പറഞ്ഞല്ലോ 13 പേരെ ഈ കൾപ്രിറ്റുകളെ ഓൾറെഡി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ CBSE ക്ലാസ് 12 സയൻസ് പേപ്പേഴ്സ് 2011, എഞ്ചിനീയറിംഗ് എൻട്രൻസ് ചീറ്റിംഗ് റാക്കറ്റ് 2012, അതുപോലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ചീറ്റിംഗ് 2012. നിന്റെ ഈ മോങ്ങിജിയെ എന്നാണിത് പറഞ്ഞത്? ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി മൗനം പാലിച്ചിരുന്നിട്ട് പിള്ളേരെല്ലാം കുറേ അടിയും കിട്ടി പിള്ളേരും തിരിച്ചടിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഒന്നും കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോഴല്ലേ മോങ്ങിജി കിടന്ന് മോങ്ങാൻ തുടങ്ങിയത്? ഞങ്ങൾ ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തു, മറ്റത് ചെയ്തു, മറിച്ചത് ചെയ്തു, അതിന് കൃത്യമായിട്ടുള്ള അടിസ്ഥാനം എന്താണെന്ന് പിള്ളേർ ചോദിക്കുമ്പോൾ അതിന് മറുപടിയുമില്ല.
എന്നിട്ട് പറയണേ ഞങ്ങളുടെ മോങ്ങിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തു. ഞങ്ങൾ ഇത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും മറ്റ് പല പാർട്ടികൾ ഭരിക്കുന്ന സമയത്തും കേരളത്തിലെയും ഇന്ത്യയിലെയും അവസ്ഥ ഇതായിരുന്നു എന്ന്. പണ്ടത്തെ ചരിത്രങ്ങൾ ഇവിടെ ആരും ചോദിക്കുന്നില്ല. ഇന്ത്യയിൽ നടക്കുന്നൊരു കാര്യം ചോദിക്കുമ്പോൾ അങ്ങ് മറ്റ് പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് വരികയാണ് രവിമോൻ. എടാ മോനെ രവി, ഇന്ന് ഭരിക്കുന്ന പണ്ട് കാലങ്ങളിൽ എന്ത് നടന്നു എന്നുള്ളതല്ല, അന്ന് പ്രതികരിക്കാൻ പലരും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ അടിച്ചമർത്തിയിട്ടുണ്ടാവാം. ഇന്ന് ഇത്രയും പേര്, ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ അവിടെ വന്നിട്ട് പോലും അവരെ അടിച്ചമർത്തുകയല്ലേ. അപ്പോൾ ആ സമയത്ത് 1-2 പേര് പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അവരെയും അടിച്ചമർത്തിയിട്ടുണ്ടാവാം, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അടിച്ചമർത്തുന്നവർക്കെതിരെ ശബ്ദമുയർത്താൻ പറ്റുന്ന ജെൻസി തലമുറയിൽപ്പെട്ട പിള്ളേർ വന്നപ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഒരു വികാരമാണ് ഈ ഒരു പാർലമെൻറ്റ് തടയൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ രീതിയിൽ നരേന്ദ്രമോദിയെയും മോദിയുടെ കീഴിലിരിക്കുന്ന ആളുകളെയും പിടിച്ചു കുലുക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയത്. അതിനെ വേറെ അർദ്ധതലങ്ങളിൽ കൂടി കൊണ്ടുപോയി സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. നിൻ്റെയൊക്കെ ഈ മേജർ എന്ന് പറയുന്ന സാധനം മുന്നിൽ വെച്ചതുകൊണ്ട് നിൻ്റെ വായിൽ നിന്ന് വരുന്ന എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ ജനങ്ങളുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ്. നിൻ്റെ ഈ ചിന്താഗതി ഉണ്ടല്ലോ, ഇതിനൊക്കെയുള്ള മറുപടി മോഹൻലാൽ തന്നെ തരുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മോഹൻലാലിന് സംഘികളോടൊരു ചായ്വ് ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. എന്ന് വെച്ചുകൊണ്ട് മോഹൻലാൽ സംഘികൾ കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും കുട പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചൂട്ടും പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മോഹൻലാലിൻ്റെ മകളെ അധിക്ഷേപിച്ചതിന് മേജർ രവിക്ക് അല്ലെങ്കിൽ രവിക്ക് ഉടനെ കിട്ടും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രവിമോഹന് നല്ല രീതിയിൽ കിട്ടാൻ പോവുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ കുട്ടിക്ക് പട്ടിയോടുള്ളൊരു സ്നേഹം പോലും നിനക്ക് നമ്മുടെ ഈ രാജ്യത്തിനോടോ രാജ്യത്തിലുള്ള പൗരന്മാരോ ഇല്ലെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ടടാ രവി. നീ ആ കുട്ടിയെപ്പറ്റി പറയുമ്പോൾ, ആ കുട്ടിയുടെ പട്ടിയെപ്പറ്റി പറയുമ്പോൾ, ആ കുട്ടിക്ക് പട്ടിയോടുള്ള സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ അതിന് ഈ സമൂഹത്തിനുള്ള പ്രതിബദ്ധത എത്രത്തോളം ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കേവലം മോഹൻലാലിൻ്റെ മകൾ എന്നതിനേക്കാൾ അപ്പുറം ആ പെൺകുട്ടി ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണെന്നും നാൽക്കാലികളോട് കരുണയുള്ളവർ ഇരുകാലികളോടും കരുണയുള്ളവരായിരിക്കുമെന്നും അറിയാവുന്നത് കൊണ്ട് തന്നെയും ഞങ്ങൾ ആ പെൺകുട്ടിയെ തന്നെ സപ്പോർട്ട് ചെയ്യും. നിനക്ക് എത്രയൊക്കെ കുരുപൊട്ടിയാലും, നിനക്ക് എത്ര പ്രശ്നമുണ്ടെങ്കിലും അതൊന്നും ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്നില്ല. നിന്റെ കരച്ചിലൊക്കെ അങ്ങ് മോങ്ങിജിയുടെ കീഴിൽ പോയി അവരുടെ കാൽ ചുവട്ടിൽ ചെന്ന് കരഞ്ഞാൽ മതി. അവർക്ക് വേണ്ടി അവരെന്തെങ്കിലും ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ എല്ലിൻ കഷ്ണവും കടിച്ചു പിടിച്ചുകൊണ്ട് വേറെ വല്ല വഴിക്കും പോക്കോണം. ഇവിടെ കിടന്ന് മെഴുകാൻ നോക്കരുത് രവി.